സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇത് പരിഹാസമല്ല, ചില പരിഹാസങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമുള്ള മറുപടി. FCRA എന്ന വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ഭേദഗതിയുടെ പേരിൽ ചിലർ ക്രൈസ്തവ സമൂഹത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. നിന്ദകർ മുഖ്യമായും ജാതി വർഗീയതയുടെ അനുകൂലികളായ യൂട്യൂബർ ഗണം, ഉത്തരേന്ത്യൻ ഹിന്ദുത്വ ജാതി മേൽക്കോയ്മകളും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ചെയ്യുന്നതിനെ പുകഴ്ത്തുന്നവർ. എല്ലാവരുടെയും നിറവും മണവും സ്വരവും ക്രൈസ്തവ വിരുദ്ധതയുടേത് തന്നെ. വിദേശ സംഭാവന ഉപയോഗിക്കുന്നതിന് നിയന്ത്രണവും വ്യവസ്ഥയും വേണ്ടെന്ന് ആരും പറയില്ല. വിദേശികൾക്ക് നേരിട്ട് പത്രമാധ്യമങ്ങൾ നടത്താൻ അനുമതി പാടില്ല എന്നതുപോലെ തന്നെയാണ് വിദേശ സംഭാവന രാജ്യവിരുദ്ധമായും രാജ്യദ്രോഹപരമായും ഉപയോഗിക്കപ്പെടരുത് എന്ന കാര്യവും. പക്ഷേ FCRAയുടെ പ്രശ്നം വേറെയാണ്. ഇന്ത്യക്ക് മതത്തിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസമോ ഭരണാധികാരികളുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന രാഷ്ട്രമീമാംസയോ പിന്തുടരുന്നവർ വിദേശ സംഭാവന സ്വീകരിച്ച് സേവന പ്രവർത്തനം നടത്തുന്നത് തടയാം എന്ന സാധ്യത. ഈ സാധ്യത ഉപയോഗിച്ച് വൈദികരോ സന്യസ്തരോ പ്രകടമായി ക്രൈസ്തവ വിശ്വാസമുള്ള ആരെങ്കിലുമോ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ മതപരിവർത്തന പ്രവർത്തനമായി വ്യാഖ്യാനിച്ച് സ്ഥാപനങ്ങളുടെ ആസ്തികൾ പിടിച്ചെടുക്കാം. അധസ്ഥിത വിഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സേവന ലക്ഷ്യമുള്ളവരുടെ പ്രവർത്തനങ്ങൾക്കും ജാതി മേൽക്കോയ്മകളുടെ താല്പര്യം പോലെ വിരുദ്ധ രാഷ്ട്രീയമെന്ന ന്യായം ഉപയോഗിച്ച് വിലങ്ങിടാം. മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് വരവണ്ണം മാറി പ്രവർത്തിച്ചാൽ അത് ജീവരക്ഷാ പ്രവർത്തനമായാലും ചട്ടവിരുദ്ധമാകും. അങ്ങനെ പ്രവർത്തിക്കുന്നത് ആശുപത്രികളായാലും സർക്കാരിന് പിടിച്ചെടുക്കാം. FCRA ദേശരക്ഷയ്ക്ക് വേണ്ടിയെന്ന് വാതാരോധെ പ്രചരിപ്പിക്കുന്നവർ ഒരേ ശ്വാസത്തിൽ പറയുന്നത് കുരിശു കൃഷിക്കാരും മതപരിവർത്തന ലോബിയുമായ ക്രൈസ്തവ സഭകൾ ഈ നിയമ ഭേദഗതിയിൽ കുടുങ്ങുമെന്ന്. അവരുടെ കണ്ണിലെ ദേശദ്രോഹ പ്രവർത്തനമാണ് കപടമായി ആരോപിക്കുന്ന നിർബന്ധിത പ്രലോഭിത മതപരിവർത്തനം. ക്രൈസ്തവരുടെ സേവന ശുശ്രൂഷ പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടിയാണ് ഈ ഭേദഗതി എന്ന് പറയുന്നില്ലെങ്കിലും അതിന് പൂർണ്ണ സഹായമാണ് നിയമം. നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകൾ ഭയന്നിരിക്കുകയാണെന്നും ഭയം അവർക്ക് മാത്രമാണെന്നും വർഗീയ ചിന്തയുള്ള ചാനലുകൾ പ്രചരിപ്പിക്കുന്നു. അത്തരം മനസ്സുള്ള പല അവതാരകരും ആവേശപൂർവം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവരെ നിയന്ത്രിക്കുന്നതിലെ ഗൂഢമായ സന്തോഷം അവരുടെ സ്വരഭാവങ്ങളിൽ പ്രകടവുമാണ്. ഇവർ ചെയ്യുന്ന യഥാർത്ഥ വഞ്ചന മനസ്സിലാക്കി തരാൻ CR നീലകണ്ഠനെ പോലുള്ള സാമൂഹിക നിരീക്ഷകരുടെ ഒറ്റപ്പെട്ട സ്വരത്തിനെങ്കിലും കഴിഞ്ഞേക്കാം. ജാതി മേൽക്കോയ്മകളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ശക്തികളും സർക്കാരും നടപ്പാക്കുന്ന പരിപാടികൾ മാത്രം മതി രാജ്യത്ത് എന്നതാണ് ലാക്ക്. അതിനപ്പുറം മറ്റൊരു സേവന പ്രവർത്തനവും പ്രത്യേകിച്ച് അവരോട് ചേർന്നു നിൽക്കാത്ത സംഘടനകളുടെയോ ക്രൈസ്തവ സഭകളുടെയോ സേവനം രാജ്യത്ത് വേണ്ടെന്നും. കാരണം ജാതി മേൽക്കോയ്മകൾ മാറ്റി നിർത്തിയിരുന്ന വിഭാഗങ്ങൾക്ക് ഈ സേവനം ലഭിക്കും. പൊതുസമൂഹത്തിലേക്ക് കടന്നു വരാൻ പാകത്തിൽ ഇവർ ഉത്കർഷതയോ സ്വയം പര്യാപ്തതയോ നേടുന്നത് ചിലർ അസ്വസ്ഥരും അസഹിഷ്ണുക്കളുമാക്കുന്നു. അന്ധമായ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് മറ്റൊരു കാരണം വേണോ? വേണമെങ്കിൽ അതും പറയാം. ഭൂതോച്ചാടനവും ശത്രു നിവാരണവും രോഗവിമുക്തി അടക്കം മറ്റ് മുക്തികളും ധനഭാഗ്യവുമൊക്കെ സാധ്യമാക്കാമെന്ന് വിശ്വസിപ്പിച്ച് കനത്ത പ്രതിഫലം വാങ്ങി സമ്പാദ്യം കൂട്ടുന്നവരുടെ ശത്രുത. ക്രൈസ്തവ പ്രാർത്ഥനകളും അത് നടത്തുന്നവരും തങ്ങളുടെ ചൂഷണത്തിന് തടസ്സമാകുന്നതിലുള്ള അസൂയയും ഭീതിയും വിദ്വേഷവുമാണ് അവരുടെ ക്രൈസ്തവ വിരുദ്ധതയ്ക്കുള്ള വേറിട്ട കാരണം. കേരളത്തിൽ ക്രൈസ്തവ വിരുദ്ധതയും പരിഹാസവും വിളമ്പുന്നവർ ഇവരെയെല്ലാം പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരുടേതായാലും കർശനമായി നേരിടണം. പക്ഷേ
തടയുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ മാത്രമാകണം. പകരം സർക്കാരിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന സ്വരങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള നീക്കമാണ് തെളിയുന്നത്. പ്രചാരകർ ഒരു കാര്യം മൂടിവെക്കുന്നു. ദേശരക്ഷാപരമെന്ന് വാഴ്ത്തുന്ന FCRA ചട്ടം വഴി രാജ്യത്ത് ക്രൈസ്തവരുടെ മാത്രം സേവനങ്ങളല്ല തടസ്സപ്പെടുത്തുന്നത്. പല സംഘടനകളുടേതായി സേവനം കിട്ടുന്ന എല്ലാവർക്കും ആ സേവനം നിഷേധിക്കാൻ ഇടവരുത്തുന്നു. ഒപ്പം തന്നെ ഈ ദ്രോഹം പൊതുസമൂഹം അറിയാതിരിക്കാൻ ദേശരക്ഷാവാദം കൊണ്ട് മുഖം മറയ്ക്കുന്നു. ഇതാണ് കൗശല പ്രയോഗത്തിന്റെ കാഴ്ച. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിസ്തൃതമായ സാധ്യത പരത്തിപ്പറഞ്ഞ് ദുർബല വിഭാഗങ്ങൾക്ക് സർക്കാരിതര ഏജൻസികളുടെ സേവനം തടയുന്നവരുടെ ലക്ഷ്യം നിഷ്കളങ്കമെന്ന് കരുതണോ? ഇന്ത്യയിൽ ക്രൈസ്തവ സഭകൾ വിശ്വാസം പ്രഘോഷിക്കുകയും ആ വിശ്വാസത്തിലേക്ക് പല ഭാരതീയരും കടന്നു വരികയും ചെയ്യുന്നു എന്നത് വസ്തുത. എന്നാൽ നിർബന്ധിത പ്രലോഭിത മതപരിവർത്തനം എന്നത് വിദ്വേഷവും അസൂയയും പൂണ്ട വ്യാജ പ്രചാരണമാണ്. അതേ വിദ്വേഷത്തോടെയാണ് ഏതാനും സമൂഹ മാധ്യമങ്ങളും യൂട്യൂബർമാരും അവതാരകരും ക്രൈസ്തവരെ CBCI നേതൃത്വത്തെ തന്നെ പരിഹസിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ പരിഹാസം പോലും മുമ്പേ പറഞ്ഞതുപോലെ രാജ്യത്തെ സാധു സമൂഹങ്ങളോടാണ്. സന്നദ്ധ സേവന പ്രവൃത്തികളുടെ ഗുണഫലം അനുഭവിച്ചിരുന്നവരോട്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതുവരെ അവരിൽ ആരെയും വർഗീയവാദികൾക്കോ അവരുടെ സംഘടനകൾക്കോ പരിവാരങ്ങൾക്കോ വേണ്ട. മതവും ജാതിയും താങ്ങുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾക്കും അവരെ വേണ്ട. ആരെങ്കിലും മതം മാറിയാൽ സർവഗണവും സംഘവും ഓടിയെത്തുകയായി. പിന്നെ കാണുന്നത് മാറ്റി നിർത്തപ്പെട്ട ദളിതരും ആദിവാസികളുമെല്ലാം ഒറ്റയടിക്ക് പൊടുന്നനെ ജാതി ഹിന്ദുക്കളുടെ മതഗണത്തിൽപ്പെട്ടവരെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ജാലവിദ്യ. ഈ വിഭാഗങ്ങളുടെ സ്വതന്ത്ര വളർച്ച തടയുക എന്നത് വർഗീയവാദികളുടെ താല്പര്യം. നിരന്തരം വകമാറി ചെലവഴിക്കുന്ന സർക്കാരുകളുള്ള ഈ രാജ്യത്ത് സന്നദ്ധ സംഘടനകൾ മുൻകൂട്ടി പറയുന്ന ലക്ഷ്യത്തിൽ നിന്ന് അല്പമൊന്നു മാറി വ്യത്യസ്ത മേഖലയിൽ സേവനം നൽകിയാൽ ആസ്തികൾ മുഴുവൻ പിടിച്ചെടുക്കാം. സന്നദ്ധ സംഘടനകളിൽ അംഗമായവർ പറയുന്നതും എഴുതുന്നതും അവർ തയ്യാറാക്കുന്ന പുസ്തകം പോലും സർക്കാരിന്റെ പരോക്ഷ നിയന്ത്രണത്തിലാകണം എന്ന വിധത്തിലാണ് വ്യവസ്ഥകൾ. സേവനം ചെയ്യുന്ന ക്രൈസ്തവ സന്യാസിയോ വൈദികനോ തങ്ങളുടേതായ മണ്ഡലത്തിൽ സ്വാഭാവികമായി വിശ്വാസം പ്രഘോഷിക്കുന്നതും വ്യവസ്ഥാ പ്രകാരം നിയമലംഘനമാക്കാം. അഥവാ അവർക്ക് ഇത്തരം സംഘടന നടത്താനേ കഴിയില്ലെന്ന് വരാം. സർക്കാരുകൾ ഇതുവരെ ചെയ്യാത്ത മേഖലകളിൽ ക്രൈസ്തവ സഭകളും സംഘടനകളും ചെയ്യുന്ന സേവനത്തിന്റെ വ്യാപ്തി അറിയാതെ വിമർശകരായി മാറിയ ക്രൈസ്തവരുമുണ്ട്. സംഭാവനകളെല്ലാം സഭാ നേതൃത്വം സ്വാർത്ഥ നേട്ടത്തിനായി കൈയടക്കുന്നു എന്ന പ്രചാരണത്തിനെ കയ്യടിച്ചവർ, അവരെ തെറ്റിദ്ധരിപ്പിച്ചവർ സാധാരണ വിശ്വാസികളിൽ കുത്തിത്തിരിപ്പിനെ കൗശലം പ്രയോഗിക്കുകയാണ്. ഒരേ സമയം സേവനം നൽകി അധസ്ഥിതരെ ആകർഷിച്ച് മതം മാറ്റാൻ വിദേശ സംഭാവന ഉപയോഗിക്കുന്നു എന്ന പരസ്പര വിരുദ്ധമായ ആരോപണവും ഉയർത്തുന്നു. ഇപ്പറയുന്ന നിയന്ത്രണങ്ങളൊന്നും ക്രമപരിശോധനയും സംഭാവന വ്യവസ്ഥകളും RSSനോ അതിന്റെ വിധാനത്തിന് കീഴിലെ സംഘടനകൾക്കോ ബാധകമാകുന്നില്ല എന്ന് CR നീലകണ്ഠൻ സൂചിപ്പിക്കുന്നത് നിയമത്തിന്റെ സങ്കുചിതവും വിവേചനപരവുമായ ലക്ഷ്യം വ്യക്തമാക്കിക്കൊണ്ടാണ്. ഈ സംഘടനകളും അവയിൽപ്പെട്ടവരും മാത്രം ഒരിക്കലും ദേശവിരുദ്ധമായി പ്രവർത്തിക്കില്ല എന്ന് ഭരണഘടനയും നിയമവും മുൻകൂർ അംഗീകരിക്കണം പോലും. നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഒറ്റയടിക്ക് പരമാവധി പ്രയോഗിക്കുമെന്നല്ല, പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബോട്ടം ലൈൻ എന്ന നിലയ്ക്കല്ലെങ്കിലും അവസാനം ഉയരുന്നത് ഒരു ചോദ്യമാണ്. FCRIക്ക് പശ്ചാത്തലമായി ചിലർ നടത്തുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രചാരണത്തിന് പിന്നിൽ ക്രൈസ്തവ ആശുപത്രികളടക്കം സ്ഥാപനങ്ങളെ തളർത്തി കോർപ്പറേറ്റുകൾക്ക് വഴി തുറക്കാനുള്ള ആസൂത്രിത ലക്ഷ്യം കൂടി ഉണ്ടോ? സംഭാവന നൽകുന്ന വിദേശികൾക്ക് വിരുദ്ധമായി
കൊള്ളലാഭം കൊതിക്കുന്ന വിദേശ കോർപ്പറേറ്റുകൾ നടത്തുന്ന അദൃശ്യ യുദ്ധം. അത് സംശയിക്കേണ്ടി വരുന്നത് തൃശൂരിലെ അമല ജൂബിലി ആശുപത്രികൾക്കെതിരായ നീക്കങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. വിവാദങ്ങളും ആരോപണങ്ങളും കൊഴുക്കുന്നതിനിടയിലും കേരളത്തിലെ ജനങ്ങൾ രണ്ടു കാര്യത്തിൽ മുഖ്യമന്ത്രി VD സതീശിനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും അഭിനന്ദിക്കും. നിയമസഭയുടെ സമ്പന്നമായ ലൈബ്രറി ഉപയോഗപ്പെടുത്തി സ്വയം പഠിച്ച് സാമാജിക പ്രവർത്തനം അർത്ഥപൂർണമാക്കാൻ യുവ സുഹൃത്തുക്കൾക്കുള്ള ഉപദേശമാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഓപ്പറേഷൻ തൂഫാന് ആരംഭശൂരത്വമല്ല, തുടർ ശൂരത്വവും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആഭ്യന്തരമന്ത്രിയും ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മയക്കുമരുന്ന് കേസിൽ പോലീസിന്റെ നടപടിക്കെതിരെ രാഷ്ട്രീയ ഇടപെടൽ അഥവാ ശുപാർശകളുടെ ഉപദ്രവം ഉണ്ടാകില്ലെന്ന ഉറപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പുതിയ ആത്മവിശ്വാസവും ധൈര്യവും സേനയിലും പ്രകടമാണ്. ഇത്രയും കാലം മയക്കുമരുന്നിനെതിരായ നടപടികൾ ശക്തിപ്പെടാതെ പോയതിന്റെ ഒരു കാരണം ഉദ്യോഗസ്ഥർക്ക് ആത്മവിശ്വാസത്തോടെ നടപടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ്. പുതിയ ആഭ്യന്തരമന്ത്രി ആ ആത്മവിശ്വാസം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചു നൽകുമ്പോൾ അത് ജനങ്ങൾക്കുള്ള യഥാർത്ഥ ആശ്വാസമാകും. അത്രമാത്രം കുടുംബങ്ങളെ മയക്കുമരുന്നിന്റെ വിപത്ത് പിടികൂടിയിട്ടുണ്ട്. പുറത്ത് അറിയുന്നതിലേറെയാണ് പുറത്തറിയാത്ത ഇര കുടുംബങ്ങൾ. പ്രതീക്ഷകളായിരുന്ന നിരവധി ചെറുപ്പക്കാരുടെ ജീവിതം തകർന്നു കഴിഞ്ഞു. ദീർഘകാലത്തെ ചികിത്സ കൊണ്ട് പോലും പഴയ നില വീണ്ടെടുക്കാൻ കഴിയാത്ത അത്ര തകർച്ചയിലാണ് നിരവധി ചെറുപ്പക്കാർ. വിവിധ തലങ്ങളിലെ പ്രതിഭാധനരായി ഉയരേണ്ടിയിരുന്നവർ, കുടുംബങ്ങളുടെ പ്രതീക്ഷകളും നാടിന്റെ സമ്പത്തുമായിരുന്നവർ മയക്കുമരുന്നിന് അടിമകളായത് നിമിത്തം മാഫിയകളുടെ സമ്മർദ്ദത്തിൽ വിൽപ്പന നടത്തി നെടുങ്കാലത്തേക്ക് തടവറകളിൽ ചെന്നടിഞ്ഞ വിദ്യാസമ്പന്നരായ നിരവധി ചെറുപ്പക്കാരുണ്ട്. മക്കളുടെ തകർച്ച നിമിത്തം പ്രതീക്ഷകളെല്ലാം ചോർന്ന് തകർന്ന് ജീവിതം തള്ളിവിടുക മാത്രം ചെയ്യുന്ന മാതാപിതാക്കൾ നിശബ്ദം സമൂഹത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. സമീപകാലത്തായി കാണുന്ന ചെറുപ്പക്കാരുടേതായ ആക്രമണോത്സുകത, കുറ്റകൃത്യ പ്രവണത, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ആരെന്നും എന്തൊന്നും നോക്കാതെ കടന്നാക്രമണം നടത്താനുള്ള എടുത്തുചാട്ടം, നിരത്തുകളിൽ ഉദ്യോഗസ്ഥരെ പോലും അമ്പരിപ്പിക്കുന്ന കുറ്റകരമായ സാഹസികത എന്നിവയൊക്കെ മയക്കുമരുന്നിന്റെ ഫലമാണെന്ന് അറിയാമെങ്കിലും ജനങ്ങളും അധികൃതരും ഒരുപോലെ നിസ്സഹായരാകുന്നു. കേരള സമൂഹത്തെ ഇത്രയധികം വിഷാദത്തിലും നൈരാശ്യത്തിലും തകർച്ചയിലും പെടുത്തിയ മയക്കുമരുന്നിനും അതിന്റെ പിന്നിലെ മാഫിയയ്ക്കുമെതിരെ ഇപ്പോഴത്തേതുപോലെ ശക്തമായൊരു നീക്കം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്തു സംഭവിച്ചാലും ഈ നാർക്കോ ഹണ്ട്, ഈ തൂഫാൻ ഒരു വിധത്തിലും കെട്ടടങ്ങാനോ വഴിമാറാനോ അനുവദിക്കരുതെന്നാണ് കേരളത്തിലെ സർവ്വ മാതാപിതാക്കൾക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടുള്ള യാചന. അവരുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെങ്കിലും അവരുടെ സർവ്വ പിന്തുണയും നന്ദിയും തനിക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി ഓർമ്മിക്കണം. ഏത് കൊടുങ്കാറ്റ് എതിരെ വന്നാലും ഈ കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടുകയോ നിർവീര്യമാക്കുകയോ ചെയ്യരുതെന്നത് മാത്രമാണ് അവരുടെ അപേക്ഷ. ഇതൊന്നുകൊണ്ട് മാത്രം ജനമനസ്സിൽ ആഭ്യന്തരമന്ത്രി ചിരപ്രതിഷ്ഠ നേടുമെന്നതിൽ സംശയം വേണ്ട. അത്രമാത്രം ഗൗരവമുള്ളതാണ് ഈ ദുരന്തമെന്നത് ആഭ്യന്തരമന്ത്രി ഒരു ഘട്ടത്തിലും മറന്നു പോകാതിരിക്കട്ടെ. വിഷയങ്ങൾ പഠിക്കാത്ത ജനപ്രതിനിധികളും മതിയായ ചർച്ച നടക്കാതെ നിയമങ്ങൾ പാസാക്കുന്ന സാഹചര്യവും ജനാധിപത്യത്തിലെ വലിയ ദുരന്തങ്ങളാണ്. നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങൾ ഉത്തരവാദിത്തം അറിയാതെയോ മറന്നോ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തി പോരുന്നതാണ് ഇക്കാലം അത്രയും ജനങ്ങൾ കണ്ടിട്ടുള്ളത്. വിവാദവും ഏറ്റുമുട്ടലും ഇറങ്ങിപ്പോക്കും അടക്കം ബഹളങ്ങൾക്ക് ശേഷം നിയമനിർമ്മാണ പ്രവർത്തനത്തിന് കിട്ടുന്നത് ഹ്രസ്വമായൊരു വേള. പിന്നെ സംഭവിക്കുന്നത് തലമുറകളുടെ ഭാവിയെയോ അനേകരുടെ ജീവിതങ്ങളെയും ബാധിക്കുന്ന നിയമങ്ങൾ വഴിപാട് പോലെ പേരിനുള്ള ചർച്ചയ്ക്ക് ശേഷം തട്ടിക്കൂട്ടി പാസാക്കുന്ന ജനാധിപത്യ ദുരന്തം. നിയമത്തിന്റെ അന്തസത്ത സാമാജികരും സമൂഹവും ന്യായാധിപ സമൂഹവും വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നത്
ചർച്ചയുടെ അവസരങ്ങളാണ്. അത് മതിയാവണ്ണം ഉണ്ടാകാതെ പോകുന്നതിന്റെ നഷ്ടത്തെക്കുറിച്ച്, നിയമത്തിന്റെ പാവന ലക്ഷ്യത്തെക്കുറിച്ച് ധാരണ കിട്ടാതെ പോകുന്നതിന്റെ കെടുതിയെക്കുറിച്ച് പരമോന്നത കോടതിയിലെ ന്യായാധിപ മുഖ്യൻ വരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവണത അടുത്ത നാളിലോ ഒറ്റയടിക്കോ മാറിപ്പോകുമെന്ന് പ്രതീക്ഷിക്കാൻ നിവൃത്തിയില്ല. എങ്കിലും വിഷയങ്ങൾ പഠിച്ച് നിയമസഭയിലെത്തുന്ന ഒരു ഗണം സാമാജികരെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ഉപദേശം വക തരുന്നുണ്ട്. നികുതികളെ കുറിച്ചോ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചോ ഒരു ധാരണയും ഇല്ലാതിരുന്ന താൻ അക്കാദമിക ശുഷ്കാന്തിയോടെ അത് പഠിച്ചെടുത്ത കാര്യം മുഖ്യമന്ത്രി പുതിയ നിരയിലെ സാമാജികരെ അഭിമാനപൂർവ്വം ഓർമ്മിപ്പിച്ചത് ഒരു നല്ല തുടക്കമാണ്. കേവലമായ രാഷ്ട്രീയ വായ്ത്താരികളും ബഹള സർക്കത്തുകളുമല്ല തങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പുതിയൊരു ഗണം സാമാജികരെങ്കിലും ഗൗരവത്തോടെ മനസ്സിലാക്കണം. 1 മണിക്കൂർ സമ്മേളിക്കാൻ ലക്ഷങ്ങൾ ചെലവുള്ള സഭായോഗങ്ങളെ ജനങ്ങളുടെ വിഷയങ്ങൾ മറന്ന് രാഷ്ട്രീയ ഗോതാക്കളാക്കുന്ന ദുഷിച്ച രീതികളിൽ നിന്ന് ഒരു ഗണം സാമാജികരെങ്കിലും വിട്ടുനിൽക്കട്ടെ. അതിനെ മുഖ്യമന്ത്രി VD സതീശന്റെ ഉപദേശവും അനുഭവ വിവരണവും സഹായിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കുവാൻ. രാഷ്ട്രീയ കോലാഹലത്തിൽ നിന്ന് നിയമനിർമ്മാണ സഭകളെ ഒഴിപ്പിച്ചു നിർത്തുക എന്നത് ജനാധിപത്യത്തിൽ സാധ്യമല്ല. അത്തരമൊരു നിർവീര സഭയെ ജനങ്ങളും പ്രതീക്ഷയിൽ കാണുന്നില്ല. എങ്കിലും സഭാ നടപടികളിൽ ചർച്ചകളും നിയമനിർമ്മാണ വേളകളും അടക്കം അവസരങ്ങളിൽ അറിവോടെ ഇടപെടാൻ സ്വയം സജ്ജരാക്കുന്ന സാമാജികർ സ്വാഭാവികമായി അച്ചടക്കത്തെ മാനിക്കുമെന്നതിൽ സംശയമില്ല. അങ്ങനെ സ്വയം സജ്ജരാക്കാൻ മുഖ്യമന്ത്രിയെ കേട്ട ചെറുഗണം നവസാമാജികരെങ്കിലും സന്നദ്ധമായാൽ അത്തരമൊരു മാറ്റത്തിന് തുടക്കമാകും. പ്രതീക്ഷ നൽകുന്ന തുടക്കം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.